വികസനം കടന്ന് നമ്മുടെ വീട് വരെ എത്തി. പ്രായമുള്ളവർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വികസനം നമ്മുടെ വീട്ടിലെത്തി എന്ന് പറയാനുള്ള കാരണം, പണ്ട് ആൾക്കാർ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കും, അത് വിസർജിക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ പോകുമായിരുന്നു. പണ്ട് അടുക്കള വീടിനകത്തും ബാത്റൂം വെളിയിലുമായിരുന്നു. അങ്ങനല്ലേ? പണ്ട് അടുക്കള വീടിനകത്ത്, ബാത്റൂം എവിടെയാ? വീടിന്റെ പുറത്ത്. ഇന്ന് അടുക്കള വീടിന്റെ പുറത്തും ബാത്റൂം വീടിന്റെ ബെഡ്റൂമിനകത്തും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയല്ലേ? പണ്ട് ആൾക്കാർ വീടിനകത്ത് വെച്ച് ഉള്ളത് വെച്ച് കഴിച്ചിട്ട് വിസർജനം നടത്താൻ വീടിന്റെ പുറത്തങ്ങ് മാറ്റി വെക്കും, ബാത്റൂം അവിടെ പോവും. ഇന്നതൊക്കെ മാറി. ഇന്ന് അടുക്കള എടുത്ത് വെളിയിൽ വെച്ച് അവിടെ വെച്ച് തിന്നെ നല്ലതുപോലെ തിന്നിട്ട് വീടിനകത്ത് കയറി വരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടിന് വല്ലാത്ത മഹത്വമുണ്ട്, വീടിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, വെള്ളിയാഴ്ച രാവ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങളിൽ ശകുനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ പലരും ശകുനങ്ങളിൽ വിശ്വസിക്കുന്നവരാ. ഒരു പൂച്ച കുറുക്ക് ചാടിയ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോ ഭാര്യ ചൂലുമായിട്ട് മുന്നിലേക്ക് വന്ന, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇനി പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ ശകുനമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങളിൽ ശകുനമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആ 3 കാര്യങ്ങൾ ഏതാണെന്ന് പ്രവാചകനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ, പാതിരാത്രി വെള്ളിയാഴ്ച രാവിലെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, ചെറുപ്പക്കാരോട്, പൊന്നുമോനെ 3 കാര്യങ്ങളിൽ മാത്രമേ ശകുനമുള്ളൂ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അത് നിന്റെ വീട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വീട്ടിൽ ശകുനമുണ്ട്, വീട്ടിൽ ശകുനമുണ്ട്. അള്ളാന്റെ റസൂല് രണ്ടാമതായി പറഞ്ഞു, നിന്റെ വാഹനത്തിൽ ശകുനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ശകുനമുണ്ട്. ചില ആൾക്കാർ ചില വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിയും വഴക്കും സമാധാനമില്ല, രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം കടന്നു വരും. അപ്പൊ വീട്ടിൽ ശകുനമുണ്ട്. ആ വീട് ആ മനുഷ്യന് നല്ലതല്ല, അവന് വേറെ ഏതോ വീടാണ് നല്ലത്. അത് വിറ്റ് കഴിഞ്ഞാൽ അതിൽ പരിഹാരമുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വാഹനം. ചില ചെറുപ്പക്കാർ വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവൻ വാങ്ങിയതിനേക്കാളും പൈസ പണിയാൻ റോഡിന്റെ സൈഡിൽ നിന്നാലും വണ്ടി വന്നിരിക്കും. അങ്ങനെ. അപ്പൊ വാഹനത്തിലും ശകുനമുണ്ട്. അത് വിറ്റാൽ അതിന് പരിഹാരമാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ഇത് പറയുമ്പോ എന്റെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, എങ്കിലും ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 3ാമത്തെ കാര്യം, ശകുനമുള്ള 3ാമത്തെ കാര്യം നിന്റെ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയിൽ ശകുനമുണ്ട്. അതുകൊണ്ടാണ് ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, എന്നാണോ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് അന്നത്തോടുകൂടി കഴിഞ്ഞു എന്റെ ജീവിതം. ചില ചെറുപ്പക്കാരങ്ങനെ പറയാറുണ്ട്. എന്നാൽ മറ്റു ചിലര് പറയും, അൽഹംദുലില്ലാഹ്, നീ വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അള്ളാഹു അങ്ങനെ പറയുന്നവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ളവരിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് 3 ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല, ആണായാലും പെണ്ണായാലും. 2, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആണുമില്ല പെണ്ണുമില്ല. 3, ഒരു വാഹനം. അത് ചിലരുടെ സ്വപ്നമാ. അള്ളാഹു 3 നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു 3 നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഭവനം, ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ?
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വീട് കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവേ ഇന്ന് പലരും ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട്, അല്ലാഹുവേ എന്തിനാണ് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ പല ആണുങ്ങളും പെണ്ണുങ്ങളും പറയാറുണ്ട്, ഉസ്താദേ മനസ്സിന് സമാധാനമില്ല, എന്റെ മനസ്സിനകത്ത് സമാധാനമില്ല. വഅദിന്റെ സദസ്സിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോ എത്രയോ ചെറുപ്പക്കാര് ദുആ ചെയ്യാറുണ്ട്, പടച്ചവനെ എന്റെ ഭാര്യയൊന്ന് നേരെയായിരുന്നെങ്കില്, എന്റെ ഭാര്യയൊന്ന് നന്നായിരുന്നെങ്കില്, എന്റെ വീടിനകത്ത് അല്പം സമാധാനം കിട്ടിയിരുന്നെങ്കില്, എന്റെ ജീവിതം സന്തോഷത്തിലാക്കണേ എന്ന് ദുആ ചെയ്യുന്ന ആണുങ്ങളുണ്ട്. അതുപോലെ പെണ്ണുങ്ങളും ദുആ ചെയ്യുന്നു, അല്ലാ 2-3 മക്കളായി പോയല്ലോ പടച്ചവന്, അല്ലാഹുവേ ഭർത്താവിന്റെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ പടച്ചവനെ സ്വന്തം ജീവിതം ഇങ്ങനെ ഉരുകി തീർക്കുന്ന എത്രയോ പെങ്ങന്മാർ ഈ സദസ്സിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിനകത്ത് സമാധാനം വേണോ, നമ്മുടെ വീടിനകത്ത് സന്തോഷം വേണോ, അതിനകത്ത് ജീവിക്കുന്നവർ ആദ്യം നന്നാകണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വീട് പോലെ നിന്റെ വീടങ്ങ് മാറണോ. അല്ലാഹുവേ സന്തോഷവും സമാധാനവുമുള്ള പരസ്പരം മത്സരിക്കുന്ന ഒരു കുടുംബമാവാൻ ആഗ്രഹമുണ്ടോ? കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാനും നിങ്ങളും ഒരു സൂറത്ത് ഓതിയവരാ, അല്ലാഹുവേ യാസീൻ ഓതിയവരാണ്. ആ യാസീനിൽ ഒരു ആയത്ത് ഞാനും നിങ്ങളും പലപ്പോഴും ഓതാറുണ്ട്. ഏതായത്ത് എന്നറിയുമോ? ഫീ ളിലാലിൻ അലൽ റായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ പറയുകയാണ്, വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ റായികി മുത്തഖിയൂൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമായി കൊണ്ടു നടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലതാ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ചവന്റെ സ്വർഗ്ഗത്തിലെ സ്വർണത്തിന്റെ അതാ ചാരികസേരയിൽ ഇരുന്ന് സുഖിക്കുകയാണ്. ഒരു ഭാര്യതാ പടച്ചവനെ, ഭാര്യയും ഭർത്താവും 2 സൈഡിൽ ഇരുന്നിട്ട് സ്വന്തം മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് സ്വർണത്തിന്റെ ചാരികസേരയിൽ ഇരുന്നിങ്ങനെ സുഖിക്കുകയാ. സ്വർഗ്ഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവർക്കിങ്ങനെ ഖിദ്മത്ത് ചെയ്യുകയാണ്. ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കും അവരിങ്ങനെ അതാ ഖിദ്മത്ത് ചെയ്യുകയാ. പടച്ചവനെ, സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന മലക്കുകളുണ്ടല്ലോ, ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പോലും പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ മുഴുവനും ഒരു ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് സലാം പറയുകയാ. ആ സമയമുണ്ടല്ലോ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, നിങ്ങളിൽ പലരും അവിടെ ഉണ്ടാകുമ്പോൾ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് മക്കളുടെ കയ്യിൽ പിടിച്ച് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ ചില ആൾക്കാര് സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാടാ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിൽ നിങ്ങൾ കടിഞ്ഞതുപോലെ ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, എങ്ങനെയായി ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയായി ഈ പ്രതിഫലം കിട്ടിയത്? പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ, ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതുപോലെ ഒരുമിച്ച് നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ,
അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വീട് പോലെയാകണോ? ആരുടെ വീട്ടിലാണോ 4 കാര്യങ്ങളുള്ളത്, ആരുടെ ജീവിതത്തിലാണോ 4 കാര്യങ്ങളുള്ളത്, അവനും അവന്റെ ഭാര്യയും മക്കളും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് നോക്കുമ്പോ സ്വർണത്തിന്റെ ചാരുകസേരയിൽ മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് വാപ്പയും ഉമ്മ ഇരുന്ന് സുഖിക്ക. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യുക ചുറ്റുഭാഗത്ത് നിന്ന്, എന്തേ വേണ്ടേ. അള്ളാഹുവേ, ആ സമയത്ത് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ മുഴുവനും ഇവരോട് സലാം പറയുക. അപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പല പെണ്ണുങ്ങളും സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവളോട് ചോദിക്ക, ഐഷ നിനക്ക് എങ്ങനെ കിട്ടിയടി? ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടി? ദുനിയാവി കഴിഞ്ഞതുപോലെ ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. അള്ളാഹുവേ, അങ്ങനെ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള കുടുംബത്തിൽ പെടുത്തുമാറാകട്ടെ. അതിനെന്തേ ചെയ്യേണ്ടത്? 4 കാര്യം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്ക്. സ്റ്റേജിലിരുന്നവരാരും പൊക്കിയില്ല, വേദിയിലിരിക്കുന്ന പലരും പൊക്കിയില്ല. ആ പൊക്കാത്തതിനൊരർത്ഥമുണ്ട്. എന്തേ? ഇവളെ ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിൽ കൂടെ ഉണ്ടോ ഉസ്താദ് അല്ലേ? നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഇതേ ചോദ്യം ഞാൻ ഈ മറക്കിപ്പുറം ചോദിച്ചാൽ എത്ര പേര് പൊക്കും? ഇതേ സഹോദരിമാരെ, നിങ്ങളുടെ ഇവിടത്തെ ഭർത്താവിനെ സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളെന്ന് കൈപൊക്കിക്കേ. അല്ലാഹു അല്ല, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടാ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വാപ്പ ചാടി എഴുന്നേറ്റ് കൈ വെക്കുന്നത്. നിങ്ങളൊക്കെ ഇരുന്ന് പൊക്കിയപ്പോൾ ആ വാപ്പ എഴുന്നേറ്റ് പൊക്കി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ളതല്ല. അള്ളാഹു തന്ന ആയുസ് മെഴുകുതിരി എരിച്ചു തീർക്കുന്നത് പോലെ എരിച്ച് കളയാനുള്ളതല്ല. സന്തോഷത്തോടെ ജീവിക്കും. പ്രായം കുറയായില്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുക, നമ്മുടെ വീട് എങ്ങനെയാകണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച്, ഭാര്യയുടെ കയ്യിൽ പിടിച്ച്, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ കടന്ന് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. നാളെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞതിനേക്കാൾ സന്തോഷത്തോടെ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ മോഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട് മാറേണ്ട ഒന്നാമത്തത് എങ്ങനെയെന്നറിയുമോ? നമ്മുടെ വീടിനകത്ത് വേണ്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിനെ നിനക്കൊന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ?
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവർ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷത്തിലാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷത്തിലാണെന്ന് പറയാൻ കഴിയുമോ? അഭിനയമാണല്ലോ. സിനിമാ താരങ്ങളെയും സീരിയൽ നടിമാരെ പോലും വെല്ലുന്ന രീതിയിൽ മക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ ഞങ്ങൾ പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാറ് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിതം ഇങ്ങനെ അഭിനയിച്ചു തീർക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയ്ക്ക് രഹസ്യങ്ങൾ പറയാ പേടിയാ. ഭർത്താവിനോട് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ ഇന്ന് പെണ്ണിന് വല്ലാത്ത പേടിയാ. ഭർത്താവിന്റെ രഹസ്യങ്ങള് ഭാര്യയോട് പറയാ ഭർത്താവിനും വല്ലാത്ത പേടിയാ. കാരണം എന്റെ പ്രിയമുള്ളവര് വിവാഹം കഴിഞ്ഞ് 30-40 കൊല്ലമായവരുണ്ട്, 3-4 മക്കളെ പ്രസവിച്ചവരുണ്ട്. ഒരുമിച്ചാണ് കിടക്കുന്നത്, ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം തൊലികൾ ചേർന്ന് കിടക്കുന്നവരാ. പക്ഷേ ഭർത്താവിന്റെ മനസ്സിലുള്ളിൽ ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമില്ല. ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളില് ഭർത്താവിന് ആത്മാർത്ഥമായി സ്നേഹമില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകർ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതിയിട്ട് ജിബ്രീൽ പറയുന്നു, ഓതി നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് ഓതാൻ അറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശരീരം വേദനിപ്പിക്കുകയാ. എന്നിട്ട് ഓതാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് 40ാമത്തെ വയസ്സിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ആ ഉയരമുള്ള പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് വിറയ്ക്കുന്ന ശരീരത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിയത് എവിടേക്കെന്നറിയുമോ? കുടുംബക്കാരുടെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല. അല്ലാഹുവിന്റെ റസൂൽ ഓടിയത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ, തന്നെക്കാലം പ്രായമുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ പോയി കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പുതപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുഴുവനും ചോദിക്കുകയാണ്. നടന്നത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ? അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇടത് കൈ കൊണ്ട് തന്റെ ഭർത്താവിനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ മുടികൾക്കിടയിലൂടെ കൈ കൊണ്ടിങ്ങനെ തലോടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, വല്ലാഹി മാ യുഖ്ഫീകല്ലാഹു അബദാ. ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. എന്തേ പറഞ്ഞതെന്നറിയുമോ? പേടിച്ച് പറച്ച് കിടക്കുന്ന ഭർത്താവിനോട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, അല്ലാഹു കൈവിടില്ല നബിയേ, അങ്ങയുടെ റബ്ബങ്ങളെ കൈവിടൂല നബിയേ, പേടിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലുവ മാർക്കറ്റില് അല്ലെങ്കിൽ പെരുമ്പാവൂര് മാർക്കറ്റില്
രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരവുമായി വേർത്തുലച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കുത്തുവാക്ക് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, പരിഹസിക്കുന്ന പെങ്ങള്, അല്ലാഹുവേ, ആയിഷ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ട്. 11 ഭാര്യമാരുണ്ട്. പ്രവാചകൻ ഖദീജ മരിച്ചാലും മറന്നിട്ടില്ല. ഖദീജാനെ കുറിച്ച് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജയാ. മറ്റുള്ള ഭാര്യമാർക്ക് മുഴുവനും ദേഷ്യം തോന്നും. അതുപോലെ ഖദീജാനെ പറയുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ മനസ്സ് തുറക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലാണ്. ഭർത്താവിന്റെ മനസ്സ് തുറക്കേണ്ടത് ഭാര്യയുടെ മുന്നിലോ. ഇന്ന് രഹസ്യങ്ങൾ പങ്കുവെക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിച്ച് അഭിനയിച്ച് അല്ലാഹു തന്ന ആയുസിങ്ങനെ എരിച്ചു കളയുന്ന മുസ്ലിമേ, നമ്മളിങ്ങനെ അധപ്പതിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. എങ്ങനെ കഴിയുന്നു പെണ്ണ്, എങ്ങനെ കഴിയുന്നു പെണ്ണ്? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വിലയറിയുവോ? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങന്മാർക്ക് എന്ത് പറഞ്ഞാലും പരാതിയോ, അവർക്ക് എന്ത് ചെയ്താലും പരാതിയാണ്. ഭക്ഷണം വെച്ചാ പരാതിയോ, മക്കളെ നോക്കിയാ പരാതിയോ, വീട് നോക്കിയാ പരാതിയോ, മാതാപിതാക്കളെ നോക്കിയാ പരാതിയോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇങ്ങനെ പറയാനുള്ള കാരണം നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയാതെട്ടാ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാറ്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ ആണിനും പെണ്ണിനും എന്നും മടിയല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ, പടച്ചറപ്പേ, നിന്റെ വീട് സ്വർഗമാകണോ മോനെ? സന്തോഷമുള്ള വീടാകണോ? സമാധാനമുള്ള വീടാകണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും മോനെ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയോ. നിന്റെ വീട് സ്വർഗമാവുകയോ, നിന്റെ വീട് സ്വർഗമാവുകയോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് സ്നേഹത്തോടെ ഇന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ അല്ലാഹു എനിക്ക് തന്ന എന്റെ ഭാര്യ സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നീ എപ്പോഴും പറയുമല്ലോ, ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എവിടെയാണ് കഴുകിക്കളയേണ്ടത്, എവിടെയാണ് കഴുകിക്കളയേണ്ടത്? അല്ലാഹുവേ, പുതുവർഷം തുടങ്ങുകയാ ചെറുപ്പക്കാരാ. ഇന്ന് ന്യൂയറാമോര്, മുസ്ലിമീങ്ങളുടെ ന്യൂയർ ഇന്നാമോര്. കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാവങ്ങൾ മുഴുവനും, കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾ മുഴുവനും നിനക്ക് കഴുകിക്കളയടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അള്ളാന്റെ റസൂല് മസ്ജിദ് നബവിയിലിരുന്ന് പ്രസംഗിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. സഹാബാ, പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. ചെറുപ്പക്കാരനായ സൗബാൻ എന്ന് പറയുന്ന സഹാബി ഇറങ്ങി ഓടുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എവിടേക്കാണ് ഓടുന്നത്? ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാന്, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. പെണ്ണ്, ആ പ്രതിഫലം വാങ്ങാനുള്ള കൊതി കൊണ്ടാ, ആ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ ഭാര്യ അവൾ ഇന്ന് ഗ്ലാമറെല്ലാം നഷ്ടപ്പെട്ടല്ലോ. അവൾക്ക് പ്രായമായല്ലോ. വീടിനകത്ത് കിടന്ന് ജോലി ചെയ്ത് അവളുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടപ്പോ നിനക്കവളെ വേണ്ട എന്ന് തോന്നുന്നു. റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, ഏതെങ്കിലും ഒരു ഭർത്താവ്, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ, സ്നേഹത്തോടെയൊന്ന് നോക്കിയാ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വഅദ് കഴിഞ്ഞ് പിരിഞ്ഞുപോയി നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാവപ്പെട്ടവളെ മണിയറയുടെ രാത്രി നോക്കിയതുപോലെ സന്തോഷത്തോടെയൊന്ന് നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം നാളെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി കഴിയുമ്പോ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവനും നിന്നെ അവസാനമായൊന്ന് കാണാൻ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉപ്പ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ പുഞ്ചിരി അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.